ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെ അതിഥിയായി പാസ്റ്റർ കെ ബാബു ഉണ്ട്. വൈക്കമാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ തലയോലപ്പറമ്പ് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനാണ് അദ്ദേഹം. മാത്രവുമല്ല, വൈക്കത്തുള്ള IPC സഭയുടെ ശുശ്രൂഷകനുമാണ്. സുദീർഘമായ വർഷങ്ങൾ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനു വേണ്ടി അധ്വാനിക്കുന്നു, പ്രയോജനപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഹൈന്ദവ പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് SNDP ശ്രീനാരായണീയനായിരുന്നു. SNDP യോഗത്തിൻ്റെ ശാഖാ പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ യൂണിയൻ്റെ ഭാരവാഹി. അങ്ങനെ തൻ്റെ യൗവന പ്രായത്തിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട് തനിക്ക് പ്രവർത്തിക്കാവുന്ന എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുകയായിരുന്നു. നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ അദ്ദേഹം യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത്. ആ കഥയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സ്വാഗതം ചെയ്യാം പാസ്റ്റർ കെ ബാബുവിനെ. ഇപ്പോൾ ഒരു സവിശേഷമായ സാഹചര്യം നിലനിൽക്കുന്ന കാലഘട്ടമാണ്. അതായത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെ മതം മാറ്റുന്നു, അതും നിർബന്ധിച്ച് മതം മാറ്റുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു പൊതുധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചരണമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആളുകൾ ഈഴവ സമുദായത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നും മറ്റ് ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നൊക്കെ ക്രൈസ്തവരായി മാറിയിട്ടുണ്ട്. പല കാലഘട്ടങ്ങളിൽ, പല നിലകളിൽ. സംഘടിതമായിട്ടോ നിർബന്ധിച്ചോ ആരെയും മതം മാറ്റുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷേ പൊതുവിലുള്ളൊരു നറേറ്റീവ് ക്രിസ്ത്യാനികൾ പ്രലോഭിപ്പിച്ചോ സംഘടിതമായിട്ട് നിർബന്ധിച്ചോ മതമാറ്റം നടത്തുന്നു എന്നുള്ളതാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത് വ്യാപകമായിട്ടുണ്ടാകുന്നത്. ഈ സമീപ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ വലിയ പീഡനങ്ങൾ നടക്കുന്നു. നിർബന്ധിത മതപരിവർത്തനം വലിയ കുറ്റകരമായ ഒരു കാര്യമായി പ്രഖ്യാപിക്കുകയും നിയമങ്ങൾ നിർമ്മിക്കുകയും അങ്ങനെ ആരെയെങ്കിലും മതപരിവർത്തനത്തിന് വിധേയരാക്കിയാൽ അവരെ രണ്ടു കൂട്ടരെയും, മതപരിവർത്തനം ചെയ്യുന്നയാളെയും മതപരിവർത്തനത്തിന് ചെയ്യിപ്പിക്കുന്നയാളെയും ജീവപര്യന്തം വരെ ശിക്ഷിക്കത്തക്ക നിലയിലുള്ള നിയമങ്ങൾ പല സ്റ്റേറ്റുകളും പാസ്സാക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ആ കേസുകളെല്ലാം ഒന്നിച്ചു പരിഗണിച്ച് ആ വിഷയത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകളിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരു ഹൈന്ദവ വിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് SNDPയിൽ നിന്ന്, അതിൻ്റെ ഒരു ശാഖാ ഭാരവാഹിയായിരിക്കെ, യൂണിയൻ ഭാരവാഹിയായിരിക്കെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ഒരാളാണ് ബാബു പാസ്റ്റർ. 90കളിലാണത്, 1994. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കാനായിട്ട്, ക്രൈസ്തവ സഭയിലേക്ക് വരാനായിട്ട് ആരെങ്കിലും ജീവിതത്തിൽ നിർബന്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിർബന്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരിക്കലും ആഗ്രഹിച്ച കാര്യവുമല്ല. എന്നെ ആരും ഈ കാര്യത്തിൽ നിർബന്ധിച്ചിട്ടുമില്ല. ഓക്കെ. ഈ പിന്നെ വൈക്കമാണ് സ്വദേശം. വൈക്കം എന്ന് പറയുന്നത് വലിയ പാരമ്പര്യമുള്ള കേരള ചരിത്രത്തിൽ തന്നെ വൈക്കം സത്യാഗ്രഹവും അതുപോലെയുള്ള ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് വൈക്കം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നു വരുന്നത്. ഓക്കെ. ആ കുടുംബ പശ്ചാത്തലം ഒന്ന് പറയാമോ? കുടുംബ പശ്ചാത്തലം, ഞാൻ, അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 മക്കളാണ്. മൂത്തയാളാണ് ഞാൻ. ഓക്കെ. ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട്, അച്ഛൻ ബിസിനസ്സുകാരനായിരുന്നു, ഞാൻ ആ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു. ജീവിതമാർഗം ബിസിനസ് ആണെങ്കിലും 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗങ്ങളിലാണ്. SNDP യോഗം, അതുപോലെ ശാഖാപ്രവർത്തനങ്ങൾ, അവിടുത്തെ വൈനസംഘത്തിൻ്റെ പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള നിലയിലൊക്കെ പോരുകയും അല്പം രാഷ്ട്രീയത്തിൽ, വലിയ രാഷ്ട്രീയ പ്രവർത്തകനല്ല, എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോയി വരുന്ന സാഹചര്യങ്ങളും, നൂറുകണക്കിന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിർത്തി തർക്കം പരിഹരിക്കാനും ഒക്കെ എൻ്റെ ആ ചെറിയ പ്രായങ്ങളിൽ ഞങ്ങളുടെ നാട്ടിലെ ആ ലോകത്തിന് വേണ്ടി ഒത്തിരി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ കാലയളവുകളാണ്. ക്രിസ്തീയ അനുഭവത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. എങ്കിലും ഞാൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് പ്രസംഗിക്കുന്ന ആളായിരുന്നു, പഠിപ്പിക്കുന്ന ആൾ കൂടിയായിരുന്നു. അപ്പോൾ ഏകദൈവമേ ഉള്ളൂ എന്ന് ശ്രീഗുരു സന്ദേശം ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മദ്യപിച്ചിട്ടില്ല, ബീഡി സിഗരറ്റുകൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലല്ല. യോഗമൊക്കെ അന്ന് നടത്തുമ്പോഴും
മദ്യപിച്ചവരൊക്കെ വന്നാൽ എൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ ഞാൻ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലൊരു നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. ചതയൊക്കെ വരുമ്പം മഞ്ഞക്കൊടി കൊടുത്ത് മുമ്പിൽ നിൽക്കുന്ന ആളുകൾ മദ്യപിച്ച ആൾ വന്നാൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇന്നൊക്കെ നടക്കുമെന്ന് അറിയത്തില്ല. അന്ന് ഞാൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അതുപോലെ ഞാൻ ആ നിലയിൽ ആ കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ വന്നിരുന്നു. അപ്പം ക്രിസ്തീയ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് അവരോട്ട് പരിചയമുള്ള സ്നേഹിതരുണ്ടെന്നല്ലാതെ എനിക്ക് ആ നിലയിൽ അധികം അടുപ്പങ്ങളില്ലായിരുന്നു. എന്നാൽ എൻ്റെ അന്നത്തെ ചിന്താഗതി അനുസരിച്ച് യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണ്, ശ്രീനാഥഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത്. ആ നിലയിൽ ഞാൻ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ സ്വീകരിക്കാനും അത് നടപ്പിലാക്കാനും പ്രസംഗിക്കാനും എനിക്ക് ആ കാലത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ ഞാനൊരു അമ്പലഭക്തനുമായിരുന്നു. വൈക്കത്തമ്പലത്തിൽ എല്ലാ ദിവസവും പോകുമായിരുന്നു. 16 കൊല്ലം ഞാൻ ഈ 34ാമത്തെ വയസ്സിലാണ് കർത്താവിനെ അറിയുന്നത്. അതുവരെയുള്ള 16 വർഷങ്ങൾ 18ാമത്തെ വയസ്സ് മുതൽ 16 വർഷങ്ങൾ അടുപ്പിച്ച് ശബരിമലയിൽ പോയ ഭക്തനാണ്. എല്ലാ 1-ാം തീയതി ഗുരുവായൂർ പോകാമായിരുന്നു. അങ്ങനെ ഭക്തിയോടെ ജീവിച്ച ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചിന്താഗതികളെല്ലാം മറിയേണ്ടി വന്നു. മറിഞ്ഞു. അതായത് ഈ 36 വയസ്സ് വരെ അല്ലേ? 34 വയസ്സ് വരെ തികഞ്ഞ ഭക്തനായി, ഒരു ഹൈന്ദവ ഭക്തനായി, അമ്പല ഭക്തനായി ജീവിച്ച ഒരു വ്യക്തിയാണ്. അതെ. അപ്പോഴത്തേക്ക് വിവാഹിതനായിരുന്നു. 34 വയസ്സുള്ള സമയത്ത് എനിക്കൊരു മോളുണ്ട്. 4.5 വയസ്സ് 5 വയസ്സിനടുത്ത് പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ബിസിനസ്സുണ്ട്. ആ ടൈമിലാണ് ഞാൻ കർത്താവിനെ അറിയാൻ, ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റത്തില്ല, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എന്ന് എനിക്ക് ഇന്ന് പറയാൻ പറ്റും. എന്തായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം? എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്? യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒന്നുകൂടി മുമ്പ് പറഞ്ഞപ്പോൾ ഈ മതം മാറ്റം എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്തൊരു പ്രെയർ നടക്കുമ്പോൾ എനിക്കറിയാവുന്ന ചിലരെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്രയും ശബ്ദത്തിൽ ദൈവത്തെ വിളിക്കുന്നത്? ഞങ്ങളുമൊക്കെ ദൈവത്തെ വിളിക്കുന്നവരല്ലേ? ദൈവത്തോട് വളരെ സൗമ്യമായി പറഞ്ഞാൽ കേൾക്കുന്നതാണ്, നിങ്ങളുടെ ദൈവം എന്നെ പൊട്ടനാണോ എന്നൊക്കെ അന്നത്തെ ഭാഷയിൽ ഞാൻ ചോദിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ ഞങ്ങൾ രഹസ്യമായിട്ടാണ് പോയി പ്രാർത്ഥിക്കുന്നത്. ആ നിലയിലാണ് ഞാൻ അന്ന് കൈകാര്യം ചെയ്തത്. എന്നാൽ എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും പരിഹരിക്കാനൊക്കെ നാട്ടിൽ പലർക്കും വേണ്ടി നടന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാത്തവയായിരുന്നു. എന്ത് പ്രശ്നങ്ങളാണ് നേരിടേണ്ടിയെന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ വിവാഹിതനാണ്. 4.5 വയസ്സ് 5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിൻ്റെ ആ ടൈമിലാണ് 1994 ഞാൻ നാനാടത്ത് എനിക്ക് വന്നൊരു ഹോട്ടലുണ്ട്, വൈക്കത്ത് പലചരക്കടയുണ്ട്. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഹോട്ടലിലേക്ക് പോകും. അത് കഴിഞ്ഞ് പലചരക്കടയിൽ പോകും. ഉച്ച കഴിഞ്ഞ് പൊതുപ്രവർത്തന കാര്യങ്ങൾക്ക് പോകും. അതാണ് എൻ്റെ സാധാരണയായി ചെയ്തു വരുന്നൊരു ശീലം. അങ്ങനെ ഇരിക്കെ ഞാൻ 94 രാവിലെ എഴുന്നേറ്റ് ഹോട്ടലിലേക്ക് പോയി. ഒരു 6 മണി കഴിഞ്ഞ് ഹോട്ടലിലെത്തി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് അറിയിച്ചു, അപ്പച്ചി മരിച്ചു എന്ന്. അച്ഛൻ്റെ പെങ്ങൾ ആണ് അപ്പച്ചി. ഞാൻ പോയി കഴിയുമ്പോൾ ഭാര്യയ്ക്ക് കൂട്ടെന്ന് പറയുന്നത് അപ്പച്ചിയാണ്. ഞാൻ രാത്രി ചിലപ്പോൾ 10 മണി 11 മണിക്കൊക്കെ തിരിച്ചു വരുന്നു. അപ്പോൾ അപ്പച്ചിയാണ് കൂട്ടിന് കിടന്നത്. അപ്പച്ചി മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരുമ്പോൾ ഉറക്കത്തിലായിരുന്നു. 55 വയസ്സിനടുത്ത് പ്രായം ഉണ്ടായിരുന്നു. അല്പം ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിച്ച കൂട്ടത്തിലായിരുന്നു. ഞാൻ പോന്നു കഴിഞ്ഞ് കടുങ്കാപ്പി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി അപ്പച്ചനെ തട്ടി വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നില്ല, മരിച്ച കാര്യം അറിയുന്നത്. പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. പെട്ടെന്ന് ആളുകൾ കൂടി കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ സൈലൻ്റ് അറ്റാക്ക് വന്നാണ് മരിച്ചത്. അങ്ങനെ അപ്പച്ചിയുടെ മരണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹിന്ദു ആചാരപ്രകാരം അതിൻ്റെ ചടങ്ങുകളെല്ലാം നടക്കി സംസ്കരിച്ചു. അത് കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. കർമ്മങ്ങൾ, പൂജകൾ, സഞ്ചയനം, പുലമോചനം, അടിയന്തരം ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് പൂജകളെല്ലാം നടത്തി കാര്യങ്ങൾ അവസാനിപ്പിച്ച് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. എന്നാൽ അധികം സമയം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെന്ന് വേണം പറയാൻ. ഈ ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് അപ്പച്ചി മരിക്കുന്നത്. 94 ഫെബ്രുവരി 5. മരണം കഴിഞ്ഞിട്ട് 23-ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയാണ്. നാനടുത്ത ഹോട്ടലിൽ 5-6 ജോലിക്കാരെ കൂടാതെ എൻ്റെ ഇളയ സഹോദരൻ അനിൽകുമാർ, അവനാണ് ആ ഹോട്ടലിൽ ഞാനില്ലാത്തപ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്.
രാവിലെ ഹോട്ടലിൽ നിന്ന് 2 പേര് എൻ്റെ വീട്ടിലെത്തിയിട്ട് ഒരു 5:15 മണിയായുള്ളൂ. എന്നിട്ട് പറഞ്ഞു അനിയന് സുഖമില്ല, പെട്ടെന്ന് അവിടെ വരെ വരണം. ഞാൻ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തോ പറ്റി? അവിടെ വരെ വരണം, അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ ഞാൻ കുടുംബ വീട്ടിൽ താമസിക്കുന്ന അനിയനെയും കൂടി വിളിച്ച് വണ്ടിയിൽ കയറി ഞങ്ങൾ നാനാടത്തുള്ള ഹോട്ടലിലേക്ക് ചെന്ന് വണ്ടി കൊണ്ടുപോയി നിർത്തും. 6 മണി ആകുന്ന ടൈമുള്ളൂ. ഡോറ് തുറന്ന് ഞാൻ വെളിയിലിറങ്ങുമ്പോൾ 100 കണക്കിന് ആളുകൾ എൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് അറിയാതെ എനിക്കൊരു ചെറിയ വിറയൽ അനുഭവപ്പെട്ടു. 2 പേര് എൻ്റെ കയ്യെ പിടിച്ചാണ് ഹോട്ടലിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയത്. അകത്തേക്ക് കയറി ചെന്ന് അകത്തെ റൂമിലെ ടേബിളിൽ എൻ്റെ അനുജൻ മരിച്ച് കമന്ന് കിടക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. നിലവിളിക്കാൻ ഞാൻ വാ തുറന്നെങ്കിലും ശബ്ദം പുറത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. ചുരുക്കി പറഞ്ഞാൽ അനിയൻ്റെ ശരീരം കൊണ്ടുപോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ സൈലൻ്റ് അറ്റാക്ക് വന്നാണ് മരിച്ചത്. എന്നേക്കാൾ ആരോഗ്യവാനും 24 വയസ്സ് പ്രായമുള്ളവനുമായിരുന്നു. അവൻ്റെ മരണം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വീട്ടിൽ വളരെ പ്രതിസന്ധികളുണ്ടാക്കി. ഇത് അപ്പച്ചിയുടെ മരണത്തിന് എത്ര ദിവസത്തിന് ശേഷം? 23-ാം ദിവസമാണ്. ഓക്കെ. അതേ മാസം ഫെബ്രുവരി മാസം 5-ാം തീയതി അപ്പച്ചി മരിക്കുന്നു. 28-ാം തീയതിയാണ് ഇവൻ്റെ മരണം നടക്കുന്നത്. ഇവനെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ നടത്തി. 2 മരണം 22 ദിവസം നടന്ന ഒരു വീട്ടിൽ ഉറങ്ങാൻ പറ്റുമോ? ഞങ്ങൾക്ക് വല്ലാത്ത വിഷമത്തിലായി. വീട്ടുകാർ അടുത്ത ദിവസം പോയി ജോത്സ്യൻ്റെ അടുത്ത് നിന്ന് പ്രശ്നം വയ്ക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നവിധി തെളിയുന്നില്ല, തടസ്സമൊക്കെ മാറണമെങ്കിൽ ഗണപതി പൂജ കഴിക്കണം. ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് ഗണപതി പൂജ കഴിക്കാൻ പറയുമ്പോൾ പൂജാരി അപ്പോഴും എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത്, ബാബുവിനറിയത്തില്ലേ മരണം നടന്നാൽ പുലയുള്ളത് കൊണ്ട് പുലമോചനം കഴിഞ്ഞല്ലാതെ ദൈവപ്രസാദമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ തിരിച്ച് വീട്ടിൽ പോന്നു. 16 ദിവസം കഴിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞാലേ എന്തെങ്കിലും ചടങ്ങ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ദൈവപ്രസാദമുള്ള കാര്യങ്ങൾക്ക് നീങ്ങാൻ പറ്റൂ. ശരിക്കും പറഞ്ഞാൽ ഈ 16 ദിവസം ഞങ്ങൾ 16 വർഷം പോലെയാണ് തള്ളി നൽകിയത്. ഒരു മുറിക്കകത്ത് പായിട്ടിട്ട് 2 അനിയന്മാർ അപ്പുറം ഇപ്പുറയും കിടക്കും, ഞാൻ നടുക്ക് കിടക്കും. 12 മണി 1 മണിയായാലും എൻ്റെ അനിയന്മാർ ഉറങ്ങത്തില്ല. എനിക്കും കണ്ണടയ്ക്കാൻ പേടിയായിരുന്നു സത്യത്തിൽ. കാരണം അതുപോലെ മരണഭയം ഞങ്ങളെ പിടിച്ചിരുന്നു. അങ്ങനെ വളരെ നിരാശപ്പെട്ട് ഈ 16 ദിവസം തള്ളി നീക്കി. 17-ാം ദിവസം ഗണപതി ഹോമം നടത്തി. അടുത്ത ദിവസം 2 ജ്യോത്സ്യരെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തി പ്രശ്നം വെച്ച് നോക്കി. അപ്പോൾ അവർ ദൈവദോഷം, സർപ്പദോഷം, പിതൃദോഷം, ആഭിചാരദോഷം, പാപദോഷം, ഒരു പേപ്പറിൽ 10-24 ദോഷങ്ങൾ എഴുതി. ഇതിനൊക്കെ പരിഹാരം ചെയ്യണമെന്ന് പറഞ്ഞു. വേറെ 3-4 പേപ്പറിലാണ് പരിഹാര മാർഗങ്ങൾ എഴുതി തന്നിട്ട് പറഞ്ഞു, ഈ കർമ്മങ്ങളെല്ലാം ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് 70 വർഷത്തേക്ക് ഒരു ആയുരാരോഗ്യ സൗഭാഗ്യം കിട്ടും, ദോഷങ്ങളിൽ നിന്നൊക്കെ മാറ്റം വരുമെന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചോദിച്ചു, ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ പറ്റും? എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ പേര് അവർ പറഞ്ഞു തന്നു. അത് ചേർത്തലയിലാണ്. അദ്ദേഹത്തെ പോയി ഞാൻ കണ്ടു. അവർ നല്ല നേരം നോക്കി തുടങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ ഇതാ പ്രശ്നം. എന്തോ നല്ല നേരം, ഞങ്ങൾ മരണഭയത്തിലാണ്, വേഗം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ഇതിന് ഇന്ന ഒത്തിരി സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ 300 മട ലോല വെച്ചാണ് അന്ന് ഞാൻ ഒരു തിയേറ്റർ പോലൊരു ഹോള് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കെട്ടി തയ്യാറാക്കിയിട്ടാണ് രാവും പകലും നീണ്ടു നിൽക്കുന്ന പൂജകളും ഹോമങ്ങളും ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസം ചെയ്തു. ഒരു ഗണപതി ഹോമത്തിൽ തുടങ്ങി പകൽ സേവയിൽ അവസാനിക്കുന്ന പൂജകൾ ഞങ്ങളുടെ വീട്ടിൽ നടത്തി. ലാസ്റ്റ് ഇതെല്ലാം കൂടി ആവാഹിച്ച് പർക്കല പാവനാശിനി കടലിൽ കൊണ്ട് ഒഴുക്കി കുളിച്ച് കയറി എണ്ണാതെ പൈസ വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ ഇടാനാണ് പറഞ്ഞിരുന്നത്. ഞങ്ങളീ പറഞ്ഞതുപോലെ ഒരു ദിവസത്തെ പൂജയ്ക്ക് 70 പറ പൂവാണ് വേണ്ടി വന്നത്. പൂജാരിമാർക്ക് പൂജ ചെയ്യാൻ വേണ്ടി മുണ്ടും നേരിതും മേടിച്ചതിന് മാത്രം അന്ന് 94-ലെ കാര്യം പറയണത് 7000 രൂപ എനിക്ക് ചിലവുണ്ട്. അതുപോലെ പൈസകൾ ചിലവ് ചെയ്ത് ഇത് ചെയ്തു വന്നപ്പോൾ എനിക്ക് അന്ന് 10-40,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവുണ്ട്. എൻ്റെ അച്ഛന് ചിലവുണ്ട്, സഹോദരങ്ങൾക്ക് ചിലവുണ്ട്. എൻ്റെ അമ്മാവനാണ് അന്ന് 2 ചാക്ക് അരി അവിടെ കൊണ്ടുവന്ന് തന്നത്. അതുപോലെ പൈസയും എല്ലാം ചിലവിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഇത്രയും പൈസകൾ ചിലവ് ചെയ്ത് ഈ പൂജകൾ ചെയ്ത് എന്ന് പറഞ്ഞാൽ 40,000 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് 40 സെൻറ്റ് സ്ഥലത്തിൻ്റെ വിലയാണ്. അതുപോലെ പൈസകൾ ചിലവ് ചെയ്ത് ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തു തീർത്തു. എല്ലാ ദോഷവും മാറിക്കിട്ടി, ദൈവാനുഗ്രഹം ഉണ്ടായെന്നുള്ള ചിന്തയും ഞങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ
അധിക സമയം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. ഫെബ്രുവരി മാസം 2 മരണം നടക്കുന്നു. മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഈ പൂജകളെല്ലാം ചെയ്തു തീർത്തു. ഏപ്രിൽ മാസം 24-ാം തീയതി എൻ്റെ ഭാര്യ എന്ന് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. എൻ്റെ ഭാര്യയുടെ അമ്മ എന്ന് എൻ്റെ വീട്ടിലുണ്ട്, പാലായിൽ അമ്മച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ഹോട്ടലിൽ പോയിരുന്ന സമയത്ത് 4 മണിയാകുന്ന സമയത്ത് 24-ാം തീയതി എന്നെ പെട്ടെന്ന് വിളിച്ചു. ചെറിയൊരു വേദനയുണ്ട് മിനിക്ക്, എൻ്റെ ഭാര്യയുടെ പേര് മിനി, വേഗം ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വണ്ടിയായിട്ട് വന്ന് അവളെ വൈക്കം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വൈക്കം ഹോസ്പിറ്റലിൽ അമ്മയുടെ ചേച്ചി ഹെഡ് നേഴ്സാണ്, ദാക്ഷായണി എന്നാണ് അവർ പേര്. അതുകൊണ്ട് പെട്ടെന്ന് ചെന്നിട്ട് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. ഡോക്ടറെ കണ്ടു, പരിശോധന നടത്തി, അവിടെ അഡ്മിറ്റ് ചെയ്തു. കാര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങളുണ്ടായി. പെട്ടെന്ന് ഞാൻ ഒരു 5 മണി 6 മണിയായപ്പോൾ ബാക്കറ്റും സാധനം അത്യാവശ്യമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ച് കാപ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ വേദന വീണ്ടും തോന്നി. തിയേറ്ററിലോട്ട് എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. സമയം മുന്നോട്ട് പോയി. 8 മണിയാകുന്ന സമയത്ത് വീണ്ടും ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു പ്രസവം നടക്കും, മരുന്നുകൾ വാങ്ങിക്കാൻ കുറിച്ച് തന്നു. വീണ്ടും സമയം മുന്നോട്ട് പോയി. 9 മണിയായപ്പോഴത്തേക്കും വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, ഒരു ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. വീണ്ടും സമയം മുന്നോട്ട് ഒരു 10 മണിയോടടുക്കുന്ന സമയമായപ്പോഴത്തേക്കും വെല്ലിയേച്ചി എന്നാണ് ഞാൻ വിളിക്കണം, അമ്മയുടെ ചേച്ചി, മോനെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, ആൺകുട്ടിയാണ്, കൊച്ചിന് വേണ്ടതുപോലെ അനക്കം കാണുന്നില്ല. ശരിക്കും ഞാൻ പരിഭ്രമത്തിലായി. എന്തോ ചെയ്യാൻ പറ്റും? ഇവർ ഡോക്ടർമാരെ ആരോഗ്യം വിളിച്ച് വരുത്തി അവരെല്ലാം പരിശോധിച്ചു. ലാസ്റ്റ് അവർ പറഞ്ഞു പെട്ടെന്ന് സംഭവിച്ച കാര്യം ചെന്നാൽ തിയേറ്ററാണ്, ചെറിയ ചാറ്റമഴയെല്ലാം കൂടി വന്നു, കറണ്ട് അങ്ങോട്ട് പോയി. കറണ്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ജനറേറ്റർ വർക്ക് ചെയ്യാതെ വന്നു. അപ്പോൾ അവിടെ ഒന്നും പറ്റാതെ വന്നു. അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇവരെന്നോട് ആവശ്യപ്പെടുകയാണ്. 10 മണി കഴിഞ്ഞ സമയത്താണ് ഞാൻ ഓടി വെളിയിൽ ചെന്നപ്പോൾ ആംബുലൻസ് ഇല്ല. ടാക്സി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടി. ചുരുക്കി പറഞ്ഞാൽ എന്നെ അറിയാവുന്നവരുണ്ടായിരുന്നതുകൊണ്ട് അവരാണ് പെട്ടെന്ന് വണ്ടി തയ്യാറാക്കി കൊണ്ടുവന്ന് എൻ്റെ ഭാര്യനെ കയറ്റി പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം. രണ്ടാമതൊരു വണ്ടി വന്നിട്ട് അവിടുത്തെ കയറിയാണ് ഞാനും എൻ്റെ കൂടെ കുറച്ച് പേരും കൂടി മേഴ്സി ഹോസ്പിറ്റൽ പൊതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഞാൻ എൻ്റെ വണ്ടിയെ യാത്ര ചെയ്ത് അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ആൾക്കൂട്ടം നിൽക്കുകയാണ് തിയേറ്ററിൻ്റെ മുമ്പിൽ. ആളുകളെ വകഞ്ഞു മാറ്റി ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മച്ചി എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു. വൈഫിൻ്റെ നിലത്ത് വീണ് കിടന്ന് കരയുകയാണ്. എന്തോ ബുദ്ധിമുട്ടുണ്ടായതുപോലെ എനിക്ക് തോന്നി. ഞാൻ ആളുകളെ മാറ്റി അകത്തേക്ക് ചെല്ലുമ്പോൾ ആ മുറിക്കകത്ത് സ്ട്രെച്ചറിൽ പുതപ്പ് മൂടി കിടത്തിയിരിക്കുന്ന ഒരാളെ കണ്ടു. കാല് നീണ്ടു കിടക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രിയപ്പെട്ടവളാണ് എന്നെനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ എൻ്റെ തലയ്ക്കകത്ത് ഞാൻ വേദന അനുഭവിച്ചു. കാരണം അപ്പച്ചിയുടെ മരണം, എൻ്റെ അനുജൻ്റെ മരണം, 2 മരണം കഴിഞ്ഞ് ദൈവത്തെ വിളിക്കാവുന്നതുപോലെ വിളിച്ച് അന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്ത് ദോഷമെല്ലാം മാറിയെന്ന് വിചാരിച്ച് 70 വർഷം പോയിട്ട് 7 വർഷം പോയിട്ട് 7 മാസം പോലും പോകാൻ പറ്റാതെ 1 മാസം പിന്നിടുന്നതിന് മുമ്പാണ് എൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും മരണം. എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഞാൻ അനുഭവിച്ചു. ജീവിതം ഞാൻ മടുത്തിട്ട് മരിച്ചേക്കാമെന്ന് വിചാരിച്ച മുറിയിൽ നിന്ന് ഓടി ആശുപത്രിയുടെ 4-ാം നിലയിലേക്ക് ഓടി സ്റ്റെപ്പുകൾ കയറുമ്പോൾ ആരൊക്കെ എൻ്റെ പുറകെ വന്ന് എന്നെ പിടിച്ച് അവർ മുണ്ടുകൊണ്ട് കെട്ടി വണ്ടിക്കകത്തിട്ടു. എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മുറിക്കകത്ത് തന്നെ അടച്ചിടുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം എൻ്റെ ഭാര്യയെ വിറകിൻ്റെ മേളിൽ വെച്ചിരിക്കുന്നത് ഞാൻ ജനലിലൂടെയാണ് കണ്ടത്. തകർന്നുപോയൊരു ഹൃദയമുണ്ട്, കൂട്ടുകാരുണ്ട്, സംഘടനയുടെ ആളുകളുണ്ട്. പക്ഷേ ഒരാൾക്കും ഒരല്പം ആശ്വാസം എനിക്ക് തരാൻ പറ്റിയില്ല. നിരാശയുടെ പറയാൻ പറ്റത്തില്ല, വാക്കുകളില്ല, അതുപോലെ ഞാൻ തകർന്നു പോയി. ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. മരിക്കണമെന്ന് മാത്രം ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി എന്നെ അടച്ചിട്ട് മുറിക്കകത്തേക്ക് എൻ്റെ 4.5 വയസ്സ് കഴിഞ്ഞ മോളെ കൊണ്ടുവന്ന് എൻ്റെ അമ്മാവൻ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ മോളെ ഓർത്ത് നീ ദോഷമൊന്നും ചെയ്യരുത്. അമ്മാവൻ കുഞ്ഞിനെ വെച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഭാര്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിനേക്കാൾ വേദന.
പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല ആർക്കും. മരിക്കാനും മരിക്കാതിരിക്കാനും പറ്റാത്തൊരു സാഹചര്യം. അതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അതുപോലെ ഞാൻ നീറി. തകർച്ചയെന്ന് പറയണത് ഇതിനപ്പുറത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ അനുഭവത്തിൽ ഞാനായി മാറി. 4.5 വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണ്, അതിനെ വിട്ടിട്ട് പോകാൻ പറ്റുമോ? ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്നെ അതുപോലെ വേദനിപ്പിച്ചു. ലാസ്റ്റ് ഞാൻ ഇരുന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ഭ്രാന്ത് പിടിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പോഴാണ് മാന്യമായി ജീവിച്ച വൈക്കത്തൊരു ഭ്രാന്തനാകുന്നതിന് മുമ്പ് മരിക്കണമെന്ന് ഞാൻ തീരുമാനമെടുത്തത്. രാത്രി കുഞ്ഞിനെ ഞാൻ ഉറക്കി കിടത്തി. മേശയ്ക്കകത്തിരിക്കുന്ന ബ്ലേഡ് എടുത്തിട്ട് ഞരമ്പ് മുറിച്ച് മരിച്ചേക്കാമെന്ന് തീരുമാനിച്ച് കട്ടിലിൽ നിന്ന് കാലുകൾ ഞാൻ താഴോട്ടിട്ട് മേശയുടെ അടുക്കിലേക്ക് പോകാൻ ഒരുങ്ങിയിറങ്ങിയെങ്കിലും എൻ്റെ കാലിൻ്റെ ബലം നഷ്ടപ്പെട്ട പോലെ ഞാൻ കുഴഞ്ഞ് വിറവലുണ്ടായി. ഞാൻ നിലത്തോട്ട് തറയിലോട്ട് വീണു. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞു. മരിക്കാൻ പോലും എന്നെ സമ്മതിക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാൻ തുടങ്ങി. ആരും അറിയാതെ ഞാൻ ഏങ്ങലടിച്ച് അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ ഭാര്യ പറഞ്ഞ ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരാനിടയായി. അല്പം ഞാൻ പുറകോട്ട് ഇറങ്ങി പറഞ്ഞാൽ അപ്പച്ചിയുടെ മരണവും അനിയൻ്റെ മരണവും നടന്നു കഴിഞ്ഞ് ഈ കർമ്മവും പൂജയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ച് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ ഭാര്യ പാലക്കാരത്തിയാണ്. അവർക്ക് ക്രിസ്തീയ അനുഭവമായിട്ട് കുറച്ച് അടുപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതമായിട്ട് അത് പൊരുത്തപ്പെടാത്തത് കൊണ്ട് എന്നോട് അവർ ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഭാര്യ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മരണം 2 കഴിഞ്ഞ് പൂജ കർമ്മം ചെയ്യാനായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു ദിവസം രാത്രി എൻ്റെ ഭാര്യ ഞെട്ടി എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കർത്താവ് ഇന്ന് രാത്രി എന്നോട് ഇടപെട്ടു, കർത്താവിനെ വിളിച്ചാൽ രക്ഷിക്കാം എന്ന് പറഞ്ഞു. ഞാൻ അവളെ തട്ടിയിട്ട് പറഞ്ഞു, ഒത്തിരി ദൈവങ്ങളെ എനിക്കറിയാം, ദൈവമൊന്നും മനുഷ്യരോട് സംസാരിക്കത്തൊന്നുമില്ല. നിനക്ക് 2 മരണം നടന്നുകൊണ്ട് അതിൻ്റെ എന്തോ ഒരു പ്രശ്നം നിനക്ക് തോന്നുന്നു, നീ കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ അവളെ സമാധാനിപ്പിച്ച് കിടത്താൻ നോക്കി. വീണ്ടും അടുത്ത ദിവസം ഇതുപോലെ പാതിരാത്രി ഇവൾ ഞെട്ടി എഴുന്നേറ്റ് പറഞ്ഞു, വാസ്തവമായിട്ടും ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം രക്ഷിക്കും, ദൈവത്തെ വിളിച്ചാൽ ദൈവം രക്ഷിക്കും. ഞാൻ വീണ്ടും അവളെ ആശ്വസിപ്പിച്ചു. 3-ാം ദിവസവും അവൾ ദൈവശബ്ദം കേട്ടുവെങ്കിലും അത് അംഗീകരിക്കാനോ അത് സത്യമാണെന്ന് തിരിച്ചറിയാനോ എനിക്ക് പറ്റിയില്ല. ഞാൻ അവളെ ആശ്വസിപ്പിച്ച് വീണ്ടും കിടത്തുവാൻ ശ്രമിച്ചു. ഞാൻ വിഗ്രഹങ്ങളെല്ലാം തയ്യാറാക്കി കൊണ്ടുവന്ന് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തു. ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കിടപ്പുണ്ട് പുറകിൽ. ഭാര്യയും കുഞ്ഞും കൂടി മരിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ രാത്രിയിൽ തറയിൽ തളർന്നു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭാര്യ മിനി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി പറഞ്ഞു. ദൈവത്തെ വിളിച്ചാൽ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഓർമ്മയിലോട്ട് വന്നപ്പോൾ ഞാൻ അന്ന് വരെ ചെയ്യാത്തൊരു കാര്യം ഞാനൊന്ന് ചെയ്തു. എൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെങ്കിൽ, യേശു ദൈവമാണെങ്കിൽ, യേശുവിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ യേശുവേ എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ എൻ്റെ ഉള്ളം കൊണ്ട് ഏങ്ങലടിച്ച് ഞാൻ വിളിച്ചു. ഞാനിപ്പോൾ ധൈര്യത്തോടെ ഞാൻ പറയാം, ആ മുറിക്കകത്ത് പെട്ടെന്ന് ഒരു പ്രകാശം പോലെ വെളിപ്പെട്ടിട്ട് എൻ്റെ മുതുകിൽ ആരോ കൈവയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ശരീരം കരിങ്കല്ല് കയറ്റി വെച്ചതുപോലെ ഭാരം അനുഭവിച്ചിരുന്ന ഞാൻ ഒരു പഞ്ഞിക്കെട്ട് പോലെയായി മാറുന്നൊരു അനുഭവം ഞാൻ എൻ്റെ ശരീരത്തിലും മനസ്സിലും ഞാൻ അനുഭവിച്ചു. പെട്ടെന്ന് എൻ്റെ കാതിലൊരു ശബ്ദം മുഴങ്ങുകയാണ്, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ അയേങ്ങലടിയുടെ നടുവിൽ ഈ ശബ്ദം കേട്ട് ഈ കർത്താവിൻ്റെ കരമാണെന്ന് ഉള്ളതൊന്നും എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഞാൻ ആ രാത്രിയിൽ അറിയാതെ എൻ്റെ കണ്ണുകൾ വഴുതി അടഞ്ഞ് ഞാൻ ആ രാത്രി ഉറങ്ങിപ്പോയി. രാവിലെ 8 മണിയോടടുക്കുന്ന സമയത്ത് എന്നെ തട്ടി വിളിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ മുതുകിൽ കർത്താവിൻ്റെ കരം വന്നതുപോലെ അനുഭവിച്ചത് എനിക്കറിയാം.
എൻ്റെ അകത്തെ ഭാരം മാറിയതുപോലെ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇവരോട് ആരോടും ഒന്നും പറഞ്ഞില്ല. എൻ്റെ പാലായിലെ അമ്മച്ചിയും അമ്മച്ചിയുടെ കൂടെ വന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവർ വന്ന് പല്ല് തേക്കാനൊക്കെ നിർബന്ധിച്ച് ഞാൻ പല്ല് തേച്ചു. അല്പം ചായയെല്ലാം ഞാൻ കുടിച്ചു. അങ്ങനെ ആ മുറിക്കകത്ത് തന്നെ ഞാൻ ഇരുന്നു. വാതിൽ ഞാൻ അടച്ചിട്ട് ഈ ശബ്ദം കേട്ടതിനെക്കുറിച്ച് ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർത്തു. ഞാൻ ആദ്യമായിട്ട് മേശപ്പുറത്ത് എൻ്റെ ഭാര്യ വായിച്ചിരുന്ന ബൈബിൾ ഇരിപ്പുണ്ട്. ഞാൻ വിടർത്തി ഞാൻ ആദ്യമായിട്ട് ബൈബിൾ വായിക്കുകയാണ്. ഇന്ന് എനിക്കറിയാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് വായിച്ചെന്ന്. അന്ന് എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ വായിക്കുമ്പോൾ എന്നോട് അതിൽ നിന്നുള്ള ശബ്ദം, ആ വചനം ഇതായിരുന്നു: ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ വിടുവിക്കുവാൻ സർവശക്തനായ ദൈവമാണെന്നുള്ള ആ ദൈവശബ്ദം വീണ്ടും ആ വചനത്തിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഇത് തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. ആരോടും പറയാൻ തയ്യാറായില്ല. എങ്കിലും എൻ്റെ അകത്തൊരു എന്തോ ഒരു പ്രത്യേകമായ ഒരു അനുഭവം ഞാൻ അനുഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി. പാലയിലെ അമ്മച്ചിയും കൂടെ വന്ന ആ പ്രിയ സഹോദരിയും ഞങ്ങളുടെ കൂടെ ഒന്ന് പാല വരെ വരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാനങ്ങനെ ആർക്കും കീഴടങ്ങുന്നൊരു മനുഷ്യനായിരുന്നില്ല. പക്ഷേ അന്നത്തെ സന്ദർഭത്തിൽ ഇവർ വിളിച്ചപ്പോൾ എന്തിനാന്ന് പോലും ചോദിക്കാതെ ഞാൻ അവരുടെ കൂടെ പോകാനിടയായി. അവർ ഞാനുമായി പാലായിലെത്തി. 500-ലധികം ആളുകൾ കൂടി നിൽക്കുന്ന ഒരു യോഗത്തിൻ്റെ നടുവിലാണ് ഇവർ എന്നെ കൊണ്ട് നിർത്തുന്നത്. ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ശബ്ദങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. സ്റ്റേജുണ്ട്, അവിടെ ആളുകളുണ്ട്, എന്തൊക്കെയോ പറയുന്നതിനപ്പുറത്ത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അതിൻ്റെ നടുവിൽ പോയി കയ്യും കൊട്ടി നിന്നു. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ തുടങ്ങി. ഞാൻ അല്പം കണ്ണുകൾ അടച്ച് നിന്നപ്പോഴത്തേക്കും തലേ ദിവസം കേട്ട പോലെ എൻ്റെ കാതിൽ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞാനൊരു മാന്യനാണെന്നും എൻ്റെ ഭാഗത്ത് ദോഷമൊന്നുമില്ലാതെ ജീവിച്ചവനാണെന്നൊക്കെ ചിന്തയുണ്ടെങ്കിലും എൻ്റെ പാപങ്ങളെക്കുറിച്ചും എൻ്റെ തെറ്റായ വഴികളെക്കുറിച്ചും കർത്താവ് എന്നെ ഓർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. എൻ്റെ അകത്ത് ആ പ്രയാസങ്ങൾ തിങ്ങി വന്നപ്പോൾ ഞാൻ അറിയാതെ ആ മണ്ണിലേക്ക് മുഴങ്കാൽ മടക്കി മുട്ടും മടക്കിയിട്ട് ഞാൻ നിലവിളിച്ചു. വളരെ ശബ്ദത്തിൽ ഇരിക്കുന്ന ആളുകളെ ഒന്നും ഞാൻ നോക്കിയില്ല. നിലവിളിച്ചിട്ട് ഞാൻ യേശുവേ യേശുവേ എന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആരൊക്കെയോ വന്നു. ആരാന്നൊന്നും എനിക്ക് യാതൊരു അറിവുമില്ല. ആരൊക്കെയോ മുന്നോട്ട് വന്നിട്ട് എന്നെ പിടിച്ചിട്ട് അവർ എനിക്ക് വേണ്ടി ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ഹൃദയത്തോടെ പറയാം, ഒരു മനുഷ്യനും പ്രേരിപ്പിച്ചിട്ടല്ല, എൻ്റെ ഹൃദയത്തിലെ ചിന്തയനുസരിച്ച് യേശുവേ കർത്താവേ എന്ന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കർത്താവിനെ സ്വീകരിക്കുവാൻ ആ യോഗത്തിൻ്റെ നടുവിൽ ഇടയായിത്തീർന്നു. എൻ്റെ ജീവിതാനുഭവമാണ്. വിളിച്ച സകല ദൈവങ്ങളും എന്നെ കൈവിട്ട് കളഞ്ഞു. അല്പം ആശ്വാസം കിട്ടാൻ യാതൊരു വഴിയുമില്ലായിരുന്നു. മരണം മാത്രമായിരുന്നു എൻ്റെ മുമ്പിൽ. എന്നാൽ ഇന്നെനിക്ക് വചനം കുറച്ചൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറയാം, അന്വേഷിക്കാത്തവർ എന്നെ കണ്ടെത്തി, വിളിക്കാത്തവർക്ക് ഞാൻ പ്രത്യക്ഷനായെന്ന പ്രവചനം എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയായി. ഞാൻ അന്വേഷിക്കാത്ത, ഞാൻ വിളിച്ചപേക്ഷിക്കാത്ത കർത്താവ് എന്നെ സ്നേഹിച്ച് എൻ്റെ അടുക്കൽ ഇറങ്ങി വന്ന് എന്നെ ആദ്യമായി വിളിച്ച പേരാ, മകനെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ യേശു എൻ്റെ കർത്താവാണ്, ആ യേശു എൻ്റെ രക്ഷകനാണ്, ആ യേശു എൻ്റെ ദൈവമാണ്, ആ യേശു എൻ്റെ എല്ലാമാണ്. ആ കർത്താവിനെ മറക്കാൻ പറ്റുമോ? ആയുസ്സുള്ളിടത്തോളം കാലം എൻ്റെ യേശു എനിക്ക് നല്ലവനാണ്, വല്ലഭനാണ്, എൻ്റെ രക്ഷകനാണ്. എൻ്റെ അകത്ത് സമാധാനം നൽകിയത് യേശുവാണ്. ജീവിക്കാനുള്ള ആഗ്രഹം എൻ്റെ അകത്ത് നൽകിയത് യേശുവാണ്. മടുത്തതാണ് ജീവിതം. ജീവിക്കാൻ ഒരാഗ്രഹം എൻ്റെ മുമ്പിൽ തെളിഞ്ഞത് യേശുവിനെ അറിഞ്ഞതിന് ശേഷം. അങ്ങനെ കർത്താവിനെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ആർത്തിയോടെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇന്നൊക്കെ വായിക്കുന്ന പോലെയല്ല, ഒറ്റ ഇരിപ്പിൽ ഞാൻ
60-70 അധ്യായങ്ങൾ വായിക്കും. നല്ല ആഹാരം കാണുമ്പോൾ കഴിക്കുന്നതിനേക്കാൾ സ്പീഡിൽ ഞാൻ വചനം ധ്യാനിക്കാൻ എനിക്ക് ജാഗ്രതയുണ്ടായി. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാനന്ന് SNDPയുടെ പ്രവർത്തകനും അവിടുത്തെ ഭജന സംഘത്തിൻ്റെ പ്രസിഡൻറ്റുമാണ്. ഞാൻ ഓരോ സ്ഥാനങ്ങൾ രാജിവെക്കാൻ തുടങ്ങി. ഭജന സംഘത്തിൻ്റെ പൊതുയോഗം വിളിച്ചു കൂട്ടി ഞാൻ രാജിവെച്ചു. മർച്ചൻ്റ് അസോസിയേഷനിൽ നിന്ന് ഞാൻ രാജിവെച്ചു. ഓരോ സ്ഥാനവും രാജിവെച്ചപ്പോൾ അവരെല്ലാം വിചാരിച്ചു മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണെന്ന്. എനിക്ക് മാനസിക പ്രശ്നം കൊണ്ടല്ല. യേശുവിനെ അറിഞ്ഞപ്പോൾ ഇതൊന്നും എനിക്ക് കാര്യമായി പരിഗണിക്കാൻ കഴിഞ്ഞില്ല. കർത്താവാണ് എനിക്ക് വലുത്. എനിക്കൊരു ജീവിതം ഉണ്ടായെങ്കിൽ അത് യേശുവിലൂടെ മാത്രമാണ്. ആ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഈ സ്ഥാനങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഞാൻ ആദ്യമായിട്ട് സഭായോഗത്തിന് പോയി തുടങ്ങിയത് പാലായിലാണ്. വൈക്കത്തുള്ള ആർക്കും അറിയത്തില്ല, പാലായിലാണ്. എൻ്റെ 4 വയസ്സുള്ള മോളുമായിട്ട് ഞാൻ രാവിലെ 6:30 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും. 9 മണിക്ക് ഞാൻ പാലായിലെത്തും. ആരാധന കൂടും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ പാട്ടുപാടി വൈക്കത്തേക്ക് ഞാൻ പോകുന്ന ദിവസങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ. ഒരു ദിവസം ഒരു വണ്ടിക്ക് ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടായി. ഞാനും എൻ്റെ മോളും വണ്ടിയിലിരുന്ന് പാട്ടുപാടി, ഒരു ലജ്ജയില്ലാതെ ഞങ്ങൾ സീറ്റിലിരുന്ന് പാട്ടുപാടി ആരാധിച്ചിട്ട് പോരുകയായിരുന്നു. വണ്ടി കുഴിയിലോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ രക്ഷപ്പെട്ടപ്പോൾ ഡ്രൈവർ പറഞ്ഞു, അയ്യോ ഇവരുടെ പ്രാർത്ഥനയായിരിക്കും ഇടിച്ച് വണ്ടിയിൽ നിന്നത്. അതുപോലെ ദൈവം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട്, കർത്താവായി ഞാൻ അംഗീകരിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. എനിക്ക് ജീവിക്കാനുള്ള കാരണം യേശുവിനെ കണ്ടതാണ്. അങ്ങനെ ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നു. ഞാൻ മതം മാറിയോ എന്ന് ചോദിച്ചാൽ മതമൊന്നും ഞാൻ മാറിയില്ല. ഇന്നും ഞാൻ KK ബാബുവാണ്, കരുണാകരൻ്റെ മകനാണ്. പക്ഷെ ഒരു സത്യം ഞാൻ പൊതുവെ പറയാം. ആ കരുണാകരൻ്റെ മകൻ ബാബു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഞാൻ പുതിയ സൃഷ്ടിയായി. ബൈബിൾ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പഴയതെല്ലാം ഞാൻ കഴിഞ്ഞു പോയിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. സത്യമായി ഞാൻ ഈ സന്ദേശത്തിലൂടെ പറയട്ടെ, മതമല്ല മാറിയത്, ഞാൻ തന്നെ മാറി. ഞാനാണ് മാറിയത്, ആരും മാറ്റിയതല്ല. യേശുവിനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, ഇങ്ങനെ യേശുവിനെ അറിഞ്ഞു, ചർച്ചിൽ പോകാൻ തുടങ്ങി, മോളുമായിട്ടൊന്നിച്ച് ആരാധനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. ഇത് വീട്ടിലറിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതികരണം എന്തായിരുന്നു? വീട്ടിൽ എന്ന് പറഞ്ഞാൽ അന്ന് പെട്ടെന്ന് എന്നോട് വന്നിട്ടൊരു കാര്യവും പറയാൻ ഇവർക്കാർക്കും ധൈര്യം ഉണ്ടായില്ല. കാരണം എന്താണെന്ന് വെച്ചെന്നാൽ 4 മരണങ്ങൾ വീട്ടിൽ നടന്നു നിൽക്കുന്നതിൻ്റെ നടുവിൽ ഒരു സമാധാനത്തിൻ്റെ വാക്ക് പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. എൻ്റെ SNDP യോഗ പ്രവർത്തകരും എൻ്റെ കൂടെ പറ്റിയ ഒരാൾക്ക് പോലും എന്നോട് വന്നിട്ട് ഇത് ശരിയാണെന്നോ ഇതിങ്ങനെയാണോ ഒരാൾ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ചോദിക്കാൻ അവർക്ക് എങ്ങനെ ധൈര്യം ഉണ്ടാകും? ഞാൻ അനുഭവിച്ചത്, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, ഞാൻ കടന്നു പോകുന്ന ഈ കനൽ വഴികൾ, എന്തെങ്കിലും ഒരു മാർഗം. ഇനി എൻ്റെ അടുത്ത സ്നേഹിതൻ കൊച്ചുകരി പ്രസന്നൻ എന്ന് പറയും SNDP യോഗത്തിൽ, ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾ പോകാത്ത ഇടങ്ങളില്ല. ഒരു പരിഹാരവും ഉണ്ടാകാത്തൊരു സാഹചര്യം എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് സകല ദൈവങ്ങളും, അന്ന് വിളിച്ച സകല ദൈവങ്ങളും കൈവിട്ടു. ഞാൻ വിളിക്കാത്ത ദൈവം എന്നെ തേടി എൻ്റെ മുറിക്കകത്ത് ഇറങ്ങി വന്നു. എൻ്റെ ജീവിതാനുഭവമാണ്, ഞാൻ അനുഭവിച്ച സത്യമാണ്. ആ കർത്താവ് രക്ഷകനാണ്, എൻ്റെ സമാധാനമാണ്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനത്തിൻ്റെയും ഉടയവൻ യേശുക്രിസ്തുവാണ്. ഇന്ന് ഞാൻ ജീവിക്കുന്നത് ആ പ്രത്യാശയിലാണ്. എനിക്ക് മറ്റ് യാതൊരു കാര്യവും ഇല്ല. കാരണം ഇപ്പോൾ എൻ്റെ ആളുകളെല്ലാം ഞാൻ വിശ്വാസത്തിലോട്ട് വന്നപ്പോൾ എനിക്ക് ബിസിനസ്സൊക്കെ നിർത്തേണ്ടി വന്നു. അതെല്ലാം പൊളിഞ്ഞ് ലക്ഷങ്ങൾ ബാധ്യതയിലായി. എൻ്റെ വീടും പറമ്പും ഞാൻ വിൽക്കേണ്ടി വന്നു. വാടക വീടിലേക്ക് മാറേണ്ടി വന്നു. ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ ഇതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ 1 രൂപ ഞാൻ ആരോടും കടം മേടിക്കാനോ ആരുടെ സഹായം ചോദിക്കാനോ അവസരം ഉണ്ടായിട്ടില്ല. കർത്താവിൽ ആശ്രയിച്ച്
വാടക വീട്ടിൽ ഞാൻ താമസം തുടങ്ങിയെങ്കിലും ദൈവം അനുദിനം അനുഗ്രഹത്തോടെ എന്നെ വഴി നടത്തി, ഇന്ന് വരെ നടത്തി. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയാൽ എൻ്റെ എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വം യേശുവിനാണ്. കർത്താവെന്ന് പറയുന്ന വാക്ക് വെറുതെയല്ല, കർത്തൃത്വം നടത്തുന്നവനാണ്. എൻ്റെ കർത്താവ് യേശുവാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾക്കൊന്നും എന്നോട് ചോദ്യം ചെയ്യാൻ പറ്റാത്ത നിലയിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി നിന്ന് അത്ഭുതം ചെയ്തു. ഇത് അവർക്കും കൂടി മനസ്സിലാക്കാനായിട്ട് വാക്കുകളും ഭാഷകളും വേണ്ട. അതുപോലെ തെളിയിക്കപ്പെട്ടു എൻ്റെ കുടുംബത്തിൽ ദൈവം ചെയ്ത കാര്യം. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഈ വിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടോ? ഞാൻ ആരെയും പ്രസ് ചെയ്തിട്ടില്ല. എന്നാൽ എൻ്റെ സഹോദരങ്ങളുണ്ടല്ലോ, അവരിൽ ഈ ഇളയ സഹോദരനാണ് ആദ്യം കർത്താവിനെ അറിയുന്നത്. അതൊക്കെ അത്ഭുതങ്ങളാണ്. അവൻ പഠനം കഴിഞ്ഞ് നിൽക്കുമ്പോൾ, ജോലിക്ക് സാധ്യതകളില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, നീ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തയ്യാറായാൽ 30 ദിവസത്തിനകം നിനക്ക് വഴി തുറക്കുമെന്ന് ഞാൻ അവനോടൊരു ദൂത് പറഞ്ഞു. അവൻ പറഞ്ഞു വിശ്വസിക്കാമെന്ന് പറഞ്ഞു. 30 ദിവസം ആകുന്നതിന് മുമ്പ് അവന് ജോലിയിൽ പ്രവേശിക്കാൻ ദൈവം അനുവാദം കൊടുത്തു. അവൻ കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേറ്റു, വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോയി. ഇന്നവൻ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിച്ച് ജീവിക്കുന്നു. വിശ്വാസത്തിലുള്ളൊരു പെൺകുട്ടിയാണ് അവൻ വിവാഹം കഴിച്ചത്. അങ്ങനെ അവർ കുടുംബമായിട്ട്, എൻ്റെ കുടുംബം എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. അവൻ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. ആ അനിയൻ രക്ഷയിലേക്ക് വന്നു. അതിൻ്റെ മൂത്ത അനുജൻ ഷാജി എന്ന് പറയും, എറണാകുളത്ത് അവർ കുടുംബമായി താമസിച്ചുകൊണ്ട് ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജോലി കാര്യങ്ങൾ അവരുടെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒരു കുഞ്ഞിന് വലിയ രോഗം ബാധിച്ച് മരണശൈലിയിലേക്ക് കടന്നു വന്ന സമയം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഒരു ചർച്ചുണ്ട്, അവിടുത്തെ പാസ്റ്റർ വിളിച്ചൊന്ന് പ്രാർത്ഥിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ വാക്ക് കേട്ട് ആ പാസ്റ്റർ ഇവർ വീട്ടിൽ കയറ്റി പ്രാർത്ഥിപ്പിച്ചു. ആ കുഞ്ഞിനെ മരണത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ആ വിടുതൽ അനുഭവിച്ച് അവരിന്ന് കർത്താവിലാണ്. അവരൊക്കെ ഈ അനുഭവത്തിലൂടെ കർത്താവിനെ അറിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് അവർ അനുഗ്രഹീതമായ നിലയിൽ കുടുംബജീവിതം നയിക്കുകയും കർത്താവിനെ അറിഞ്ഞ് ജീവിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ എൻ്റെ 2 സഹോദരന്മാർ കുടുംബമായിട്ട് വിശ്വാസത്തിലേക്ക് വന്നു. എൻ്റെ ഒരു സഹോദരി വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ല. അവർ വിവാഹം കഴിച്ചിട്ട് ആ നിലയിൽ ജീവിക്കുന്നു. ഇതാണ് എൻ്റെ മറ്റ് കുടുംബ പശ്ചാത്തലത്തിലെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കൂടെ ക്രിസ്ത്യാനികൾക്കെതിരെ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ബാബു പാസ്റ്റർ ഈ SNDPയിൽ പ്രവർത്തിക്കുന്ന കാലത്തും അദ്ദേഹം ഇതിനകത്തുണ്ടായിരുന്നല്ലേ? ഞാൻ SNDP പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ ആൾക്ക് SNDP യോഗ പ്രവർത്തനമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നീടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം മൂത്തെടുത്തുകാവ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് ഞാൻ ജസ്റ്റ് കേട്ടിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പോലും SNDPക്ക് യോജിക്കാത്തതായിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ ജാതി പറയും, ഞാനൊക്കെ പ്രസംഗിച്ച കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുകൾ വേറെയാണ്. ഞാനതിലേക്ക് കടന്ന് ഒരു കാര്യവും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പ്രവർത്തിച്ച കാലത്ത് SNDP യോഗത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യത വളരെ വലുതായിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾക്കും അടിസ്ഥാന ഉപദേശങ്ങൾക്കും കാതലായ പ്രാധാന്യത അന്നും ഉണ്ടായിരുന്നു. ഇന്നത് അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വെള്ളാപ്പള്ളി നടേശന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ ലോകത്തുള്ള നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ SNDP യോഗത്തെ ഓർത്തും അതിൻ്റെ പ്രവർത്തകരെ ഓർത്തും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ SNDP യോഗത്തിൽ നിന്ന്, ഈഴവ സമുദായത്തിൽ നിന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് ക്രൈസ്തവരായിട്ട് വന്നിട്ടുണ്ട്. വളരെ ശക്തമായി അവർ കർത്താവിന് വേണ്ടി നിൽക്കുകയും ഉറപ്പോടെ നിൽക്കുന്ന ഒരു സമൂഹമാണ്. ഇപ്പോൾ ഈ ഘർവാപ്പസി അങ്ങനെയൊക്കെ തിരിച്ച് കൊണ്ടുപോകാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. എന്തു തോന്നുന്നു? എന്തെങ്കിലും സാധ്യതയുണ്ടോ? എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞെന്നാൽ യേശുക്രിസ്തു ദൈവമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കർത്താവാണെന്ന് അംഗീകരിച്ച് അനുഭവിച്ച ഒരു വ്യക്തിയെ പുറകോട്ട് കൊണ്ടുപോകാൻ
ഇന്നത്തെ സാഹചര്യത്തിൽ ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഇനി അടുത്തത് ഈ കറുവാപ്പസി എന്ന് പറയുന്നത് യാഥാർത്ഥത്തിൽ ഞാനാണ് കറുവാപ്പസി അംഗീകരിച്ച ആൾ. കാരണം ഏകസത്യ ദൈവത്തിലേക്ക് മടങ്ങുമെന്നയാളാണ് ഞാൻ. ലോകത്തിൽ കാണുന്നതെല്ലാം മനുഷ്യരുണ്ടാക്കിയ ദൈവമാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം യേശുദാസ് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഒരു വയലാറിൻ്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പാട്ട് പാടി. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിക്കുന്നു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഒരു ദൈവം ആരാണെന്ന് യേശുദാസ് പറഞ്ഞില്ല. പക്ഷേ ന്യായമായിട്ടും ലോകത്തുള്ള ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനോടും ചോദിച്ചാൽ അവരൊക്കെ പറയും ഒരു ദൈവമേ ഉള്ളൂ എന്ന്. പക്ഷേ ആരാ ഒരു ദൈവം? അത് പറയാനോ അതനുഭവിക്കുവാനോ ആരും കഴിഞ്ഞില്ല. ഞാനും പ്രസംഗിച്ച കാര്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന്. ഒറ്റ കാര്യം എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചാൽ കരുണാകരൻ എന്നല്ലാതെ രണ്ടാമതൊരു പേര് പറയാനില്ല. അപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും എന്നോട് ചോദിക്കുക അച്ഛൻ ആരാണ്, അല്ലെ ഫാദറിൻ്റെ നെയിം എന്നാ, കരുണാകരൻ എന്നല്ല രണ്ടാമതൊരു പേര് പറയാനില്ല. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും കാണുന്ന സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ് ദൈവം. രണ്ടാമതൊരു പേര് പറയാനില്ലെങ്കിൽ ആ ഒരൊറ്റയാൾ ആരാണെന്ന് മറുപടി പറയണ്ടേ ലോകം? എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും. ഞാൻ ഇന്ന് ഏത് സ്ഥാനത്തായിരുന്നാലും എൻ്റെ ഉടയവൻ, എൻ്റെ സൃഷ്ടികർത്താവിനെ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യവതയിലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലാണ് ദൈവം എന്നെ ഇപ്പോൾ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇന്നലകളിലെ പരാജയങ്ങളെ മാറ്റി ഇനി ഏറ്റവും വലിയ സന്തോഷമെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിലാണ്, ദൈവരാജ്യത്തിലാണ് ഞാൻ. എനിക്ക് മരണഭയമില്ല. കാരണം എന്നെ കൊല്ലാൻ ആർക്കും പറ്റത്തില്ലല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ ബൈബിളിൽ നിന്ന് പറയുകയാണ്. എനിക്കൊരു സ്ഥലമാറ്റം തരാനേ പറ്റൂ. ക്രിസ്തുവിലായതുകൊണ്ട് ഞാൻ ഇവിടുന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്നല്ലാതെ എനിക്കൊരു മരണം സംഭവിക്കുന്നില്ല. പക്ഷേ ലോകത്തുള്ള മുഴുവൻ ആളുകളും കർത്താവിനെ അറിയാത്തിടത്തോളം കാലം മരണത്തിലാണ്. അപ്പം മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴിയേ ലോകത്തിലുള്ളൂ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇതാണ് സുവിശേഷം. ഇത് മതമല്ല, ദൈവത്തിൻ്റെ വചനമാണ്, സുവിശേഷമാണ്, നല്ല വാർത്തയാണ്. ലോകം കേൾക്കേണ്ട ഏക നല്ല വാർത്ത സുവിശേഷമാണ്. ഓക്കെ, കെ ബാബു പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. തകർന്ന് ജീവിതത്തിൻ്റെ നിരാശയുടെ ആഴങ്ങളിൽ നിബദിച്ചു പോയ സമയത്ത് എങ്ങനെയെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിച്ച ഇടത്ത് ദൈവശബ്ദം കേട്ടു, ദൈവത്തെ അറിഞ്ഞു, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, യേശുവിൻ്റെ നാമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. തുടർന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ സമാധാനം തിരികെ പിടിക്കുവാനും ജീവിതത്തെ അനേകർക്ക് വഴികാട്ടിയാക്കി മാറ്റുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. തുടർന്ന് അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസനായി, ഒരു പാസ്റ്ററായി, സഭാശുശ്രൂഷകനായി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കർത്താവ് അദ്ദേഹത്തെ പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ അദ്ദേഹം നടപടിയായി നിവർത്തിക്കുന്നു. ആ കഥ, ആ അനുഭവങ്ങൾ, ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ, അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.